ഇനി സിനിമാ മേഖലയിലേക്ക് പോയാൽ ഇന്ന് ഒരു പ്രമുഖ തെന്നിന്ത്യൻ നടൻ ലഹരി കേസിൽ പിടിയിലായിട്ടുണ്ട്. ലഹരി ഇടപാടിൽ അറസ്റ്റിലായ ആളുടെ മൊഴിയിൽ കുടുങ്ങി പോലീസിന്റെ പിടിയിലായത് മറ്റാരുമല്ല, നടൻ ശ്രീകാന്താണ്. നടനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷം നടത്തിയ വൈദ്യപരിശോധനയിൽ രക്തത്തിൽ ലഹരി മരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു. എന്തായാലും സിനിമാ മേഖലയും ലഹരി മാഫിയയും തമ്മിലുള്ള ബന്ധത്തിന് ഇങ്ങനെ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ്. തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ലഹരി മാഫിയയുടെ സ്വാധീനം തെളിയിക്കുന്നതാണ് നടൻ ശ്രീകാന്തിന്റെ ഇടപാടുകൾ. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ലഹരി ഇടപാടുകാരൻ പ്രസാദ് എന്നയാളുമായി മാത്രം ശ്രീകാന്ത് നടത്തിയത് 40-ലധികം ഇടപാടുകൾ. 1 ഗ്രാം കൊക്കൈന് 12,000 രൂപ എന്ന നിലയ്ക്ക് വിൽപ്പന നടത്തിയെന്നാണ് പ്രസാദിന്റെ മൊഴി. 4.5 ലക്ഷത്തോളം രൂപയുടെ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് ശ്രീകാന്ത് നടത്തിയതിന്റെ രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ശ്രീകാന്തിനെ ഇന്ന് രാവിലെ ചോദ്യം ചെയ്യാൻ നുങ്കമ്പാക്കം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. തുടർന്ന് നടത്തിയ വൈദ്യപരിശോധനയിൽ നടൻ ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തി. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ്. അണ്ണാ DMK IT വിംഗ് പ്രവർത്തകനായിരുന്ന പ്രസാദിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ശ്രീകാന്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. നുങ്കമ്പാക്കത്തെ പബ്ബിൽ നടന്ന തല്ലുകേസുമായി ബന്ധപ്പെട്ടാണ് പ്രസാദിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശ്രീകാന്തിനെ കൂടാതെ മറ്റൊരു നടനും സമാന കേസിൽ ചെന്നൈ പോലീസിന്റെ റഡാറിലുണ്ട്. സിനിമാ മേഖലയും ലഹരി മാഫിയയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശദമായ അന്വേഷണമാണ് ചെന്നൈ പോലീസ് ഇപ്പോൾ നടത്തിവരുന്നത്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.